ഇത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ സദ്യയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഷോർട്ടിൽ ഒറ്റ വീഡിയോയിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുവരെ ലോങ് വീഡിയോ ട്രൈ ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്താ വെച്ചാൽ ആവട്ടെ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ തന്നെ സാമ്പാറിൻ്റെയും കൂട്ടുകറി, കേബേജ്, പായസം, അങ്ങനെയൊക്കെ പ്രിപ്പറേഷനാണ് കേട്ടോ. തലേദിവസം വെജിറ്റബിളൊന്നും കട്ട് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. കാരണം ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻ വന്നു കേട്ടോ. എനിക്ക് പീരിയഡ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ ചേച്ചിക്ക് കുഞ്ഞിമോനുള്ള കാരണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അവൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിർത്താൻ സമ്മതിക്കില്ല. പിന്നത്തേന്ന് പറയുന്നത് അമ്മയ്ക്ക് കഴുത്തിന് കോളർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല. എന്നാലും ഇവർക്ക് പറ്റാവുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് അമ്മ അച്ചാർ അതൊക്കെ 2 ദിവസം മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി പുളിഞ്ചി, കാളൻ, പിന്നെ നമ്മുടെ തൃക്കാരപ്പന ഒരുക്കൽ സെറ്റ് ചെയ്യലൊക്കെ ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണാത്തവരെ കണ്ടു നോക്കിക്കോളോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുന്നുണ്ട്, കൂട്ടുകറിക്കുള്ള കടല വേവിക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി അവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ തൃക്കാരപ്പന ഒരുക്കിയതൊന്ന് നോക്കണം. കാരണം ഇവിടെ കുറച്ച് തുരപ്പന്മാരുടെയും പൂച്ചകളുടെയും ശല്യമുണ്ട്. ഇനി അവരെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ കച്ചറ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഇനി പിള്ളേരെ എനിക്ക് വന്നു കഴിഞ്ഞാൽ പൂജ ചെയ്യും. അതാണ് കേട്ടോ ഇവിടുത്തെ പതിവ്. എനിക്ക് തോന്നുന്നത് ഈ തൃക്കാരപ്പൻ എല്ലാവരുടെയും വശത്തൊന്നും വെക്കാറില്ല തോന്നുന്നു. ഇപ്പോൾ അജുവേട്ടൻ്റെ അവിടെ ചേലക്കരയിലൊന്നും അങ്ങനെ ഒരു പതിവില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.